ഇനി വിദേശ വാർത്തകളിലേക്ക്. ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഇസ്രയേലിൻ്റെ ആക്രമണം. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക 4ാം തവണ ആക്രമണം നടത്തിയെന്ന വാർത്തകളും വരുന്നു. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം പി ജെയിംസ് വരുന്നു ഈ വാർത്തകളെ അനലൈസ് ചെയ്യാൻ. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ് ജെയിംസേ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എസ്കേൻ. വളരെ വലിയ കാര്യമാണ്. കുഴപ്പം പിടിച്ച കാലത്ത് കുഴപ്പമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ്. അത് പറഞ്ഞിനി കുഴപ്പമാക്കണ്ട അല്ലേ? ഓക്കെ, അപ്പൊ ബി പറയൂ, വെസ്റ്റ് ബാങ്കിൽ എന്താ നടക്കുന്നത്? എസ്കേൻ, ഇസ്രായേലിന്റെ ആക്രമണത്തിന് യാതൊരു കുറവുമില്ല. ഗസയിൽ മാത്രമല്ല, ഗസയുടെ അടുത്തുള്ള വെസ്റ്റ് ബാങ്കിലും വലിയ ആക്രമണം നടത്തി ഇസ്രായേൽ. അവിടെ ഭരിക്കുന്നത് പാലസ്തീൻ അതോറിറ്റിയാണ്. അതിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് ആണ്. അവിടെ ഫത്ത എന്ന ആ സംഘടനയുടെ ഒരുപാട് നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ആക്രമണത്തിൽ. വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 360ആയി. അതുപോലെ തന്നെ ഈ ഹമാസുമായി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,500 കവിഞ്ഞു. 500 പേര് കൂടിയായാൽ 1,00,000 പേർ. ഭയങ്കരമായിട്ട് നമ്മൾ ഞെടുക്കുന്നൊരു സംഖ്യയാണ് സ്കേൻ. 3 മാസം കഴിയുമ്പോൾ ഒരു യുദ്ധത്തിൽ ഭൂരിപക്ഷം പേരും 20,000-ലേറെ പേർ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ അത്ര തരത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു കൂട്ടക്കുരുതിയുടെ സ്ഥലമായി മാറിയിരിക്കുന്നു ഗസ. ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നു. ഇതിനിടയിലാണ് യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ 4ാം തവണയും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയത്. അവിടെ ഹൂതികളുടെ കേന്ദ്രങ്ങളാണ് തകർത്തത്. പ്രത്യേകിച്ച് ചെങ്കടലിൽ അമേരിക്കൻ ബന്ധമുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ മിസൈൽ അയക്കുന്നുണ്ട് ഹൂതികൾ. ചില കപ്പലുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ ഒന്നും മുങ്ങിയിട്ടില്ല. പക്ഷെ എന്തായാലും ഹമാസ് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഹൂതികൾ പറയുന്നത് ഇസ്രായേൽ യുദ്ധം നിർത്തുന്നത് വരെ ഞങ്ങൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ്. ഇതിനിടയിൽ ആകെ ആശ്വാസകരമായൊരു കാര്യം എസ്കേൻ സംഭവിക്കുന്നത്, ഹമാസും ഇസ്രായേലും തമ്മിൽ ബന്ദികൾക്ക് മരുന്നെത്തിക്കാൻ ഉള്ള കാര്യത്തിൽ ധാരണയായി. ബന്ദികളെ വിട്ടു നൽകുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം പകുതി 105 പേരെ വിട്ടയച്ചു. ഇനിയും 130ഓളം പേർ ഹമാസിൻ്റെ കയ്യിൽ ഭൂഗർഭ തുരങ്കങ്ങളിലുണ്ട്. അവർ പറഞ്ഞ് ഇസ്രായേൽ യുദ്ധം നിർത്തൂ, എന്നിട്ട് ആലോചിക്കാം ബന്ദികളെ വിടുന്ന കാര്യം. പക്ഷേ ഇവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാൻ സമ്മതിച്ചതിൻ്റെ കാര്യം, ഇവർക്ക് ഒരു പെട്ടി മരുന്ന് അയക്കുമ്പോൾ പകരം പാലസ്തീനികൾക്ക് 1000 പെട്ടി മരുന്ന് എന്നുള്ളൊരു ഫോർമുലയിലാണ് അതിന് സമ്മതിച്ചത്. ഖത്തറും ഈജിപ്തും ഒക്കെ നടത്തിയ ചർച്ചയിലാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടായിട്ടുള്ളത്. എന്തായാലും യുദ്ധം വളരെ രൂക്ഷമായി തുടരുകയാണ്. യാതൊരു ഇടപെടലും ഐക്യരാഷ്ട്രസഭ, അമേരിക്ക, ഈജിപ്റ്റ്, ജോർദൻ തുടങ്ങി ഖത്തർ എല്ലാവരും ഇടപെട്ടിട്ടും ഇസ്രായേൽ വഴങ്ങുന്നില്ല. എസ്കേൻ, പി ജെയിംസ്, ഈ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ഇറാൻ ആക്രമണം നടത്തിയതിൽ അസ്വസ്ഥ പ്രകടിപ്പിക്കുന്നു പാകിസ്ഥാൻ്റെ അമർഷമുണ്ട്. അതിനിടയിൽ പാകിസ്ഥാൻ ഇറാനെ ആക്രമിച്ചു എന്ന രീതിയിലും വാർത്ത വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ്കേൻ, ഇത് വല്ലാത്തൊരു നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവവാസമാണ്. യഥാർത്ഥത്തിൽ ഇറാനും പാകിസ്ഥാനും സുഹൃത്തുക്കളാണ്. ഇവരെ മുഴുവൻ നയിക്കുന്ന നേതാവ് ചൈനയുമാണ്. പക്ഷെ അതിനിടയിൽ ഇറാൻ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പോലെ ഹൂതികൾക്ക് നേരെ ആക്രമിക്കുന്നത് പോലെ ഇറാൻ അവരുടെ മൈറ്റ് കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സിറിയയിൽ, ഇറാഖിൽ കൊണ്ടുപോയി വ്യോമാക്രമണം നടത്തി, മിസൈൽ വിക്ഷേപിച്ചു. പ്രത്യേകിച്ച് ഇറാഖിലെ കുർദിഷ് മേഖലയിലാണ് അവർ കൊണ്ടുപോയി ബോംബിട്ടത്. എന്ന് മാത്രമല്ല, അവർ പറയുന്ന അമേരിക്കൻ ബന്ധമുള്ള സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ധമുള്ള മൊസാദിൻ്റെ സ്ഥലങ്ങളിലാണ് ബോംബിട്ടതെന്ന് പറയുന്നു. പക്ഷേ കുർദിഷ് കലാപകാരികൾ പറയുന്നത് ഞങ്ങളുടെ ആൾക്കാർക്ക് നേരെയാണ് ബോംബിട്ടത്. അതിനെതിരെ ഇറാഖ് പ്രതിഷേധം ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ സിറിയയിലെ IS കേന്ദ്രങ്ങളിൽ ബോംബിട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന സൈനിക തലവനായിരുന്ന സുലൈമാനിയെ കൊലപ്പെടുത്തി അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഖബറിസ്ഥാനുണ്ട്, അവിടെ സ്ഫോടനം നടത്തിയത് IS ആണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അവിടെയും ബോംബിട്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇറാൻ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ബോംബിട്ടത്. അവർ പറയുന്നത് ജെയ്ഷെ അദ്ലി എന്ന ഇറാൻ ഭീകര സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിന് വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളെയല്ല ഞങ്ങൾ ആക്രമിച്ചത്, ഇറാന് എതിരെ പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പ്രത്യേകിച്ച് ഇന്ത്യ ഈ രീതിയിൽ ആക്രമണം നടത്തിയതാണ്. ബലാക്കോട്ടിൽ ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ആക്രമണം നടത്തിയത് ഇന്ത്യയിലെ സൈനികർ വീരമൃത്യു വഹിച്ച സംഭവത്തിലാണ്. എന്തായാലും ചൈന ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. ഇറാനോടും
പാകിസ്ഥാനോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ പാകിസ്ഥാൻ ക്ഷുഭിതരാണ്. അവർ ഇറാനിലുള്ള പാകിസ്ഥാൻ്റെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. ഇറാൻ്റെ അംബാസഡറോട് പാകിസ്ഥാനിലേക്ക് വരണ്ട എന്ന് കർശന വിലക്ക് കൽപ്പിച്ചു. ഈ രീതിയിൽ ഇവർ തമ്മിലുള്ള സംഘർഷം മൂക്കുകയാണ്. 900 കിലോമീറ്റർ ഇവർ തമ്മിൽ അതിർത്തിയുള്ളതാണ് ഇറാനും പാകിസ്ഥാനും. എന്തായാലും അഫ്ഗാൻ ഇഷ്യൂവിൽ തന്നെ ഇറാനും പാകിസ്ഥാനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കൂടുതൽ മൂർച്ഛിക്കുകയാണ്. SKN ജെയിംസ്, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനെ ജയിലിലിട്ടു റഷ്യ എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല അദ്ദേഹം അവിടുത്തെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ആളാണ്. ഈ പുടിന് മനുഷ്യാവകാശ പ്രവർത്തകരും താല്പര്യം കാണില്ല, നമുക്കറിയാം. SKN ഒരുപക്ഷെ അടുത്ത കാലത്ത് റഷ്യയിൽ ഉണ്ടാകുന്ന ഒരു ജനകീയ കലാപത്തിൻ്റെ ഇതിലോട് വന്നതോടെയാണ് ഈ ഫെയിൽ അൽസിനോവിൻ്റെ ശിക്ഷാ നടപടിക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് റഷ്യയിലെ ഈ മാർച്ചിൽ പുടിൻ 5ാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ പുടിനെ സംബന്ധിച്ചിടത്തോളം എതിർ ശബ്ദങ്ങളെ മുഴുവൻ അടിച്ചമർത്തുന്നൊരു ശൈലിയിലാണ്. അധികം ഒരു ഏകാധിപത്യത്തിൻ്റെ ശൈലിയിലേക്ക് പോകുന്നുവെന്ന ആരോപണം നമ്മളാരുമല്ല ഉന്നയിച്ചിരിക്കുന്നത്, പ്രതിപക്ഷ നേതാക്കൾ തന്നെ. അവരെല്ലാം ജയിലിലാണ്. പ്രത്യേകിച്ച് അലക്സി നവൽനി എന്ന വളരെ ദശലക്ഷക്കണക്കിന് ആരാധകരുള്ള അലക്സി നവൽനിയെ ഇവിടെ നിന്ന് മോസ്കോയിൽ നിന്ന് കൊണ്ടുപോയി ഏതാണ്ട് 1500 കിലോമീറ്റർ ദൂരെയുള്ള ആർട്ടിക് റീജിയനിലെ ഏറ്റവും കടുത്ത ശിക്ഷ അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ പീനൽ കോളനിയിലാണ്. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം വീഡിയോ കോൺഫറൻസിൽ പ്രത്യക്ഷപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു. എന്തായാലും പുടിൻ അവിടെ തൻ്റെ വാഴ്ച തുടരുന്ന ഇടയിലാണ്. യുക്രൈൻ യുദ്ധം ഇപ്പോഴും ശക്തമായി നടക്കുന്നുണ്ട്. റഷ്യ ഇന്നലെയും ആക്രമണം വളരെ ശക്തമായ രീതിയിൽ പല നഗരങ്ങളിലേക്കും ആക്രമണം നടത്തി. അതിനിടയിൽ വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നിരിക്കുന്ന. SKN ഉക്രൈന് അവകാശപ്പെട്ട തുക ഇങ്ങോട്ട് കിട്ടണം. കാരണം റഷ്യ ആക്രമിച്ച് ആയിരക്കണക്കിന് കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് $3 ബില്യൺ റഷ്യയുടെ പണം അമേരിക്കൻ ബാങ്കുകളിൽ മരവിപ്പിച്ച് കിടക്കുകയാണ്. ആ മരവിപ്പിച്ച് കിടക്കുന്ന നിക്ഷേപം റഷ്യക്ക് നൽകാതെ അത് ഉക്രൈന് നൽകണം, ഇവിടുത്തെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെലൻസ്കിയും തെരഞ്ഞെടുപ്പിനെ നേടാൻ പോവുകയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോഴും റഷ്യ ആക്രമണം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും വേണ്ട സഹായം ലഭിക്കുന്നില്ല ഉക്രൈൻ. അതുകൊണ്ട് റഷ്യക്ക് ഇപ്പോൾ ആധിപത്യമുണ്ട് യുദ്ധത്തിൽ. അതിനിടയിലാണ് റഷ്യയിൽ ഈ അൽസിനോവ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടയ്ക്കുന്നത്. കലാപമുണ്ടായിരിക്കുന്നു. പോലീസും അവിടുത്തെ റഷ്യയിലെ ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തി. എന്തായാലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ് പുതിയ സംഭവവാസങ്ങൾ. SKN ജെയിംസ്, ഈ അമേരിക്കയുടെ ചാന്ദ്രവാഹനം ഈ ഇന്ധനം ക്ഷാമം മൂലം അത് കത്തിയമരുമെന്ന അന്തരീക്ഷത്തിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചോ? SKN ഒരുപക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം 50 വർഷം ചന്ദ്രനുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ അവരെപ്പോഴും അഭിമുഖം കാണുന്ന ഒരു ഇതിൽ ആദ്യമായിട്ടാണ് അവരുടെ ചാന്ദ്രവാഹനം അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യം പരാജയപ്പെടുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ ലീക്കേജ് ഇന്ധനം ചോർന്നതിനെ തുടർന്ന് ആ ദൗത്യം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല ആ വാഹനം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിപ്പിച്ച് സ്വയം കത്തി അമരാൻ അനുവദിക്കുന്ന തരത്തിലേക്ക് അത് ഇന്നും ഉണ്ടാവുമെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ സൂചന ലഭിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാസയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. ചൊവ്വയും വ്യാഴമൊക്കെ ലക്ഷ്യം വെക്കുന്ന സമയത്ത് ചന്ദ്ര ദൗത്യം പരാജയപ്പെടുന്നു, ചോർച്ചയുണ്ടാകുന്നു. റഷ്യക്കും ഇതേ സംഭവം ഉണ്ടായി. ഇന്ത്യയുമായി മത്സരിച്ച് SKN നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഇന്ത്യയുമായി ദക്ഷിണ ധ്രുവത്തിലേക്ക് മത്സരിച്ച് ഇന്ത്യയേക്കാൾ മുമ്പ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ച് ഇന്ധന ചോർച്ചയെത്തുന്ന റഷ്യയുടെ ചാന്ദ്ര വാഹനവും കത്തിയമർന്നിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, അവർ കത്തിയമരുന്നത് നല്ല കാര്യമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഇന്ത്യയുടെ ദൗത്യങ്ങളൊക്കെ വിജയിച്ചു എന്നുള്ളത്. ദക്ഷിണ ധ്രുവത്തിലിറങ്ങുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ എന്ന് മാത്രമല്ല ആദിത്യ എന്ന നമ്മുടെ സൂര്യദൗത്യവും വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇന്ത്യയോട് അവരുടെ നമ്മുടെ ദൗത്യത്തിൽ പങ്കാളികളാവാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി അടക്കം ഇന്ത്യക്ക് വലിയ തരത്തിലുള്ള നിക്ഷേപവും വരുമാനവും വരുന്നൊരു ഇതാണ്. അതുപോലെ തന്നെ ചന്ദ്രനിൽ പെർമനൻ്റ് ആയിട്ടുള്ള സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ റഷ്യ, ചൈന, അതുപോലെ തന്നെ അമേരിക്ക തയ്യാറെടുത്തിരിക്കുന്നു. ഇന്ത്യയും അതിൽ എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. SKN ഓക്കെ, താങ്ക് യു. ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.